Hello friends, Technique Malayalam channel ki swagatham. In nammal unbox cheyan pogunnathu oru budget smartphone aanu. Smartron ennu parna brand indeyanu. T-Phone P aanu idinte പേര്. അപ്പോൾ സ്മാർട്ട്രോൺ എന്ന് പറയുന്ന ബ്രാൻഡ് ഒരു ഇന്ത്യൻ ബ്രാൻഡാണ്. ഇത് 2016 ഫസ്റ്റ് അനൗൺസ് ചെയ്ത്. ലാസ്റ്റ് ഇയറിൽ ഇത് വരെ ഒരു ഫ്ലാഗ്ഷിപ്പ് സ്മാർട്ട് ഫോൺ ഉണ്ടായി. SRT ഫോൺ എന്ന് പറഞ്ഞിട്ട് സച്ചിൻ ടെണ്ടുൽക്കറായിട്ട് പാർട്ട്ണർ ചെയ്ത് ഇറക്കിയൊരു ഫോണായിരുന്നു SRT ഫോൺ. സ്മാർട്ട്രോൺ എന്നാണ് ബ്രാൻഡിന് ഇൻവെസ്റ്ററാണ് സച്ചിൻ ടെണ്ടുൽക്കർ. അപ്പോൾ സച്ചിൻ ടെണ്ടുൽക്കർ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ബ്രാൻഡ് കൂടിയാണ് സ്മാർട്ട്രോൺ. അപ്പോൾ അതൊരു പ്യുവർലി ഇന്ത്യൻ ബ്രാൻഡാണ് സ്മാർട്ട്രോൺ. അപ്പോൾ അവർ ഏറ്റവും പുതിയ ബഡ്ജറ്റ് സ്മാർട്ട് ഫോണായ T-Phone P ആണ് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ T-Phone Pൻ്റെ പ്രൈസിംഗ് എന്ന് പറഞ്ഞാൽ 7,999 രൂപയാണ് പ്രൈസിങ്, അതായത് 8,000 റുപ്പീസാണ്. ഇത് അവൈലബിൾ എക്സ്ക്ലൂസീവ്ലി ഓൺ ഫ്ലിപ്കാർട്ടാണ്. ഫ്ലിപ്കാർട്ടിൽ മാത്രമേ അവൈലബിൾ ഉള്ളൂ. 17th ജാനിലാണ് ഇത് ഫസ്റ്റ് അവൈലബിൾ വരുന്നത്, അതായത് Jan 17, 2018 ഇതിൻ്റെ ഫസ്റ്റ് സെയിൽ നടക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബോക്സ് പാക്കിങ്. സ്മാർട്ട്രോൺ T-Phone P എന്നാണ് ഇതിൻ്റെ പേര് പറയുന്നത്. പിന്നെ ഇതിൻ്റെ വേരിയൻറ്റ് ഇതിന് 3GB റാമും 32GB ഇൻറ്റേർണൽ സ്റ്റോറേജുമാണ് വരുന്നത്. അപ്പോൾ നമുക്കിത് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇത് ബ്ലാക്ക് വേരിയൻ്റാണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ അൺബോക്സ് ചെയ്യുമ്പോഴത്തേനും മേളിൽ തന്നെ നമുക്ക് T-Phone P കാണാം. ഇതൊരു മെറ്റൽ യൂണിബോഡി കൺസ്ട്രക്ഷനാണ്. 8,000 രൂപയിൽ ഒരു മെറ്റൽ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് തന്നെ നല്ലൊരു ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. ഒരു 13 മെഗാപിക്സൽ റിയർ ക്യാമറയുണ്ട്, LED ഫ്ലാഷുണ്ട്, സ്മാർട്ട്രോൺ ബ്രാൻഡിങ്ങും ഫിംഗർ പ്രിൻറ്റ് സ്കാനർ ഇൻക്ലൂഡഡ് ആണ്. പിന്നെ T-Phone Pൻ്റെ ലോഗോ താഴെ കാണാം. പവർ ആൻഡ് വോളിയം കീസ് റൈറ്റ് സൈഡിൽ കാണാം. താഴെ മൈക്രോ USB ചാർജിങ് സ്ലോട്ടും സ്പീക്കർ യൂണിറ്റുമാണ് കൊടുത്തിരിക്കുന്നത്. മേളിലാണെങ്കിൽ 3.5mm ഓഡിയോ ജാക്കാണ് കൊടുത്തിരിക്കുന്നത്. സൈഡ്സിൽ ഒരു ഗ്ലോസി ഫിനിഷാണ്. ബാക്ക് പാനലാണെങ്കിൽ മാറ്റ് ഫിനിഷുമാണ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ട് പാനലിൽ കപ്പാസിറ്റീവ് ടച്ച് ബട്ടൺസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഒരു 5 മെഗാപിക്സൽ ഫ്രണ്ട് ഫേസിങ് ക്യാമറയും ഇൻക്ലൂഡഡ് ആണ്. പിന്നെ നമുക്ക് ഇതിൻ്റെ ബോക്സിനകത്ത് എന്തൊക്കെ വരുന്നത് നോക്കാം. ബോക്സ് തുറന്ന് നോക്കുമ്പോൾ തന്നെ ഇതിനകത്ത് ഒരു സിം ഇജക്റ്റർ പിന്ന് കാണാം, ഒരു ബേസിക് സിം ഇജക്റ്റർ പിന്ന്. പിന്നെ ഒരു ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡാണ് വരുന്നത്. ബേസിക് ഇൻഫർമേഷൻ എല്ലാം ഇൻക്ലൂഡ് ചെയ്ത് ഒരു ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡാണ് വരുന്നത്. പിന്നെ ഒരു അഡാപ്റ്ററാണ് വരുന്നത്. അഡാപ്റ്ററിൻ്റെ വോൾട്ടേജ് റേറ്റിംഗ് 5 വോൾട്ട് 2.1 ആംപിയർ ആണ് വോൾട്ടേജ് റേറ്റിംഗ് വരുന്നത്. പിന്നെ ഇതിനകത്ത് വരുന്നത് സ്റ്റാൻഡേർഡ് USB ചാർജറാണ് വരുന്നത്. മൈക്രോ USB ചാർജർ സ്ലോട്ടാണുള്ളതുകൊണ്ട് മൈക്രോ USB ചാർജറാണ് വരുന്നത്. ഇനി നമുക്ക് ഡിവൈസ് നോക്കാം. അപ്പോൾ ഇതാണ് സ്മാർട്ട്രോൺ T-Phone P. ഇതിൻ്റെ ഡിസ്പ്ലേ ആണെങ്കിൽ 5.2 ഇഞ്ചസ് ഡിസ്പ്ലേ ആണ്. HD റെസൊല്യൂഷനാണ്, 720p റെസൊല്യൂഷനാണ് വരുന്നത്. ആൻഡ്രോയിഡ് വേർഷൻ നോക്കാം നമുക്ക്. ഇതിൻ്റെ സെറ്റിംഗ്സ് പാനലിൽ പോയാൽ ഇതിൻ്റെ ആൻഡ്രോയിഡ് വേർഷൻ കാണാം. എബൌട്ട് ഫോണിൽ ആൻഡ്രോയിഡ് വേർഷൻ 7.1.1 Nougat ആണ് വരുന്നത്. ക്വാൽകോം സ്നാപ്ഡ്രാഗൺ 435 ഒക്ട-കോർ ചിപ്സെറ്റാണ് വരുന്നത്. 3GB റാം 32GB സ്റ്റോറേജുമാണ് വരുന്നത്. ഇനി ഇതിൻ്റെ സെറ്റിംഗ്സ് പാനൽ നോക്കുകയാണെങ്കിൽ ഒരു ചെറിയ കസ്റ്റമൈസേഷൻ എല്ലാം കൊടുത്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് ലൈക്ക് സ്റ്റോക്ക് ആൻഡ്രോയിഡ് ആണെങ്കിൽ പോലും ചെറിയ കസ്റ്റമൈസേഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാണ് ആപ്പ് ഡ്രോയർ വരുന്നത്. പിന്നെ ഇതിനകത്തൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ബാക്ക് ലിറ്റ് നാവിഗേഷണൽ ബട്ടൺസ് ആണ്. ഈ നാവിഗേഷണൽ ബട്ടൺസിൽ ബാക്ക് ലിറ്റ് ആണ്. ഒരു ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ വളരെ കുറവ് ഫോൺസിൽ ബാക്ക് ലിറ്റ് കീബോർഡ് വരാറുള്ളൂ, ബാക്ക് ലിറ്റ് ടച്ച് ബട്ടൺസ് വരാറുള്ളൂ. അപ്പോൾ ഇതിൽ ബാക്ക് ലിറ്റ് ടച്ച് ബട്ടൺസ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതായിരുന്നു UI. ഇതിൽ കാര്യമായ സോഫ്റ്റ്വെയർസ് ഒന്നും ഇൻസ്റ്റാൾഡ് അല്ല, വെറും ബേസിക് ആയ ഓപ്ഷൻസ് വരുന്നുള്ളൂ. പിന്നെ സ്മാർട്ട്രോണിൻ്റെ കുറച്ച് ആപ്സ് ഇൻക്ലൂഡഡ് ആണ്. T-Cloud 1 TB ഓൺലൈൻ സ്റ്റോറേജ്, അതായത് ക്ലൗഡ് സ്റ്റോറേജ് ഫ്രീ ആയി ഇതിനകത്ത് കൂടെ വരുന്നുണ്ട്. T-Care, T-Store, പിന്നെ ക്യാമറ ഗാലറി, ഫയൽ മാനേജർ, FM റേഡിയോ, റെക്കോർഡർ എന്നീ ആപ്സാണ് സ്മാർട്ട്രോണിൻ്റെ വരുന്നത്. അതുകൂടാണ്ട് വേറെ ആപ്സ് ഒന്നും ഇൻക്ലൂഡഡ് അല്ല. അതാണ് ഇതിൻ്റെ ഇൻ്റർഫേസ്. ഇനി നമുക്ക് ഇതിൻ്റെ ക്യാമറ നോക്കാം. 13 മെഗാപിക്സൽ റിയർ ക്യാമറയാണ് വരുന്നത്. ക്യാമറ ഇൻ്റർഫേസ് അത്യാവശ്യം നല്ലൊരു ഇൻ്റർഫേസാണ് കൊടുത്തിരിക്കുന്നത്. മാനുവൽ മോഡ് ഇൻക്ലൂഡഡ് ആണ്. നിങ്ങൾക്ക് മാനുവൽ മോഡ് പോയാൽ വൈറ്റ് ബാലൻസ്, ISO അങ്ങനെ ഓപ്ഷൻസ് എല്ലാം എഡിറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ഫ്രണ്ട് ഫേസിങ് ക്യാമറ ആണെങ്കിൽ ഒരു 5 മെഗാപിക്സൽ ക്യാമറയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ക്യാമറ ഇൻ്റർഫേസ് അത്യാവശ്യം നല്ലൊരു ക്യാമറ ഇൻ്റർഫേസാണ് വരുന്നത്. വളരെ ഫാസ്റ്റും ഈസി ടു യൂസും ആയ ഒരു ക്യാമറ ഇൻ്റർഫേസാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിനെടുത്ത കുറച്ച് ക്യാമറ സാമ്പിൾസ് കാണാം. ഇതൊക്കെയാണ് സ്മാർട്ട്രോൺ T-Phone P എന്നെടുത്ത കുറച്ച് ക്യാമറ സാമ്പിൾസ്. നമ്മൾ വിശദമായ ക്യാമറയെക്കുറിച്ച് പറയുന്നത് ഡീറ്റെയിൽ റിവ്യൂവിൽ നമ്മൾ ക്യാമറേൻ്റെ പെർഫോമൻസിനെ കുറിച്ച് വിശദമായി പറയുന്നതാണ്. ഇത് ജസ്റ്റ് ഒരു സാമ്പിൾസ് മാത്രമാണ്. അൺബോക്സ് ചെയ്തതിനു ശേഷം നമ്മളെടുത്ത കുറച്ച് സാമ്പിൾസ് മാത്രമാണ് ഇത്. ഇനി ഫോണിൻ്റെ വേറൊരു സവിശേഷത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ 5000 mAh ബാറ്ററിയാണ്, അതായത് 5000 mAh ബാറ്ററിയാണ്. അതൊരു നല്ലൊരു കപ്പാസിറ്റി ബാറ്ററിയാണ്. HD ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ, സ്മോളർ കപ്പാസിറ്റി ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ ഇത് 2 ദിവസം തീർച്ചയായും നിങ്ങൾക്ക് ബാറ്ററി കിട്ടുന്നതാണ്. 5000 mAh ബാറ്ററി എന്ന് പറഞ്ഞാൽ നല്ലൊരു കപ്പാസിറ്റിയാണ്. അപ്പോൾ ബാറ്ററിയാണ് നിങ്ങളുടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റ് എങ്കിൽ ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ സ്മാർട്ട്രോൺ T-Phone P നല്ലൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. 5000 mAh ബാറ്ററി ഉണ്ട്. 7,999 രൂപയെ പ്രൈസിങ്ങും വരുന്നുള്ളൂ.
അപ്പോൾ ഇതായിരുന്നു സ്മാർട്ട് ഫോൺ ടി ഫോൺ പിൻ്റെ ഒരു ക്യൂക്ക് അൺബോക്സിങ്ങും ഹാൻഡ്സ് ഓണും കുറച്ച് ക്യാമറ സാമ്പിൾസും നമ്മൾ ഇതിനകത്ത് കാണിക്കുകയുണ്ടായി. ഈ സ്മാർട്ട് ഫോൺ ജാൻ 17 ഫ്ലിപ്കാർട്ടിൽ അവൈലബിൾ ആവുന്നത്. ഇതിൻ്റെ മേടിക്കാനുള്ള ലിങ്ക് ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ഇട്ടിട്ടുണ്ട്. ആ ലിങ്ക് വഴി നിങ്ങൾക്ക് മേടിക്കാവുന്നതാണ് ജാൻ 17. ഇതിൻ്റെ പ്രൈസിങ് ഒന്നുകൂടെ പറയാം, 7999 രൂപയാണ്. 3GB 32GB വേരിയൻ്റാണ് വരുന്നത്. അപ്പോൾ ഇതായിരുന്നു സ്മാർട്ട് ഫോൺ ടി ഫോൺ പിൻ്റെ ഒരു ക്യൂക്ക് അൺബോക്സിങ് ഹാൻഡ്സ് ഓണും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. കൂടുതൽ വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ് ഡേ.